അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ തന്നെയെന്ന് വ്യക്തമാണ്. അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്നത് മാത്രമാണ് നമ്മൾക്ക് അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അരപ്പട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരും ഒക്കെ വയറിൽ കച്ച മുറുക്കി ഉടുത്ത് പണി ചെയ്തെടുത്ത കാശും അതെല്ലാം പവിത്രമായ ഈ നിധിയിലേക്ക് സംഭാവന നൽകി. എന്തിന്? പാവപ്പെട്ടവന് സഹായം നൽകാൻ, ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് ആശ്വാസമേകാൻ എല്ലാവരും ചേർന്ന് നൽകി. എന്നാൽ മുഖ്യമന്ത്രി BJPയുമായി ഡീല് നടത്തുന്നു, പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് നടത്തുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെയൊക്കെ നിശിതമായി വിമർശിക്കുന്നത്. രാഷ്ട്രീയം കാണലല്ലത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വീണ്ടും വീണ്ടും സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞ് നാണം കെട്ട് ഈ മനുഷ്യൻ പറയുമ്പോൾ അതിനെ പുച്ഛത്തോടെ അല്ലാതെ ആരും നോക്കിക്കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നേരിട്ട് ജനങ്ങളിലേക്ക് പണം എത്തിക്കാൻ, നേരിട്ട് ജനങ്ങൾക്ക് ദുരിതാശ്വാസം എത്തിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ വടകര MP ആയ ഷാഫി പറമ്പിലും അതുപോലെ കോഴിക്കോട് MP ആയ MK രാഘവനും പാലക്കാട് MP ആയ VK ശ്രീകണ്ഠനും ഒക്കെ ദുരിതമുഖത്തേക്ക് നേരിട്ട് ഇറങ്ങുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കമുള്ളവർ നേരിട്ട് ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന രീതിയിൽ അവർക്ക് വേണ്ടി സംഭാവനകൾ സ്വീകരിക്കുന്ന ആ തുക നേരിട്ട് അവരിലേക്ക് കൊടുക്കാൻ, അതല്ലാതെ ഫണ്ട് മാറ്റി ചിലവഴിക്കാനും ബാക്കിയുള്ള ഇടതു സംഘടനകൾക്ക് കൈയിട്ട് വാരാനും അവർക്കൊക്കെ കീശ വീർപ്പിക്കാനും അവരൊക്കെ തിന്നുകൊഴുക്കാനും വേണ്ടിയുള്ള നാണംകെട്ട നാറിയ രാഷ്ട്രീയം കളിക്കാനല്ല ഈ സമയം, ഈ ദുരിത സമയം അവർ നോക്കുന്നത് എന്നുള്ളത് അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുകയാണ്. വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നെഞ്ചുരുകി പറയുകയാണ് ജനങ്ങൾ. അതൊരു വെറും വാക്കല്ല, ഒരു വികാരമാണ്. മരണത്തെ തോൽപ്പിക്കുന്ന മരവിപ്പുമായി ദുരിതമുഖത്ത് നിഴലിച്ചു നിൽക്കുന്ന, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലും അതിശക്തമായ അതിഭയാനകമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതികൂല കാലാവസ്ഥയിലും ജനങ്ങൾക്ക് വേണ്ടി എല്ലാ തരത്തിലും പോരാട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് MPമാരും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും. ഒരേ മനസ്സോടുകൂടി ഒരേ രീതിയിൽ, അതിനകത്ത് രാഷ്ട്രീയം നോക്കുന്നില്ല, അവിടെ കൂടി നിൽക്കുന്നവരെ എല്ലാം ഒപ്പം കൂട്ടിയുള്ള സമാനതകളില്ലാത്ത സന്നദ്ധ പ്രവർത്തനം. 225 പേരെയാണ് ഇനിയും കാണാതായിട്ടുള്ള അവരെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. 176 പേരുടെ ജീവൻ നഷ്ടമായി. ഇതിനകത്ത് നേപ്പാളികളായിട്ടുള്ളവരും അതുപോലെ തന്നെ പല എസ്റ്റേറ്റുകളിലും പണിയെടുക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധി പേർ. ഇവരെയെല്ലാം തന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണിപ്പോൾ. ദൗത്യം വലിയ രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ അത് ഒരു പരിധിവരെ സഹായകമാകുന്നതും മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞതും അതൊരു വലിയ കാര്യമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. ആ സമയത്തും ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന മാതിരി മുഖ്യമന്ത്രിയുടെ ഈ അപേക്ഷയെ ജനങ്ങൾ അതുകൊണ്ടാണ് പുച്ഛിച്ചു തള്ളുന്നത്. ഇതിനു മുമ്പുള്ള മഹാമാരികളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത നയം അത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. വളരെയധികം ചതിയാണ് നടത്തിയത്. ജനങ്ങളെ, അതും കുഞ്ഞു കുരുന്നുകൾ വരെ അവരുടെ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം കബളിപ്പിക്കപ്പെട്ടു എന്നും അവർ മനസ്സിലാക്കിയ നിമിഷം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പുല്ലുവില ജനങ്ങൾ കൊടുക്കുന്നത്.